ഹലോ എവരിവൺ. ഈ വീഡിയോ കോഴിക്കോട് നിന്ന് ഗുജറാത്തിലുള്ള റാൻ ഉത്സവം നടക്കുന്ന കച്ചിലേക്കുള്ള ഒരു യാത്രയുടെ വീഡിയോ ആണ്. കച്ചിലേക്കുള്ള യാത്ര എന്നുള്ള ട്രാവൽ ഏജൻസി ത്രൂ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. രത്നഗിരി എന്നുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഈ സ്റ്റേഷൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് നിറയെ ബോഗൻവില്ല ചെടികൾ വെച്ചിരിക്കുകയാണ്. അത് നിറയെ പൂത്ത് കിടക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായ ഒരു കാഴ്ചയാണിത്. ഏകദേശം നല്ല ദൂരത്തോളം, ഏകദേശം 1 കിലോമീറ്ററിലധികം ദൂരത്തോളം, ഞാനത് മുഴുവൻ വീഡിയോ എടുത്തിട്ടില്ല, 1 കിലോമീറ്ററിലധികം ദൂരത്തോളം ഇങ്ങനെ ബോഗൻവില്ലയുടെ പല കളേഴ്സിലായിട്ടുള്ള ബോഗൻവില്ലകളാണ് നമുക്ക് ഈ രണ്ട് സൈഡിലും, ഈ സ്റ്റേഷൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. യാത്ര കുറച്ച് ലോങ് ഡിസ്റ്റൻസിലുള്ള യാത്രയാവുന്ന സമയത്ത് പലപ്പോഴും ട്രെയിനിലുള്ള ടോയ്ലറ്റ് ആയിരുന്നു നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. യൂറോപ്യൻ കമോഡ്, വെസ്റ്റേൺ കമോഡിൻ്റെ ആ ഒരു ടോയ്ലറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആ ടോയ്ലറ്റിൽ സാധാ ടോയ്ലറ്റ് ഇപ്പോഴായാലും ആൾക്കാരുടെ ആ ഒരു മിസ്യൂസ്, ഹെൽത്ത് ഫോസറ്റ് ആയാലും അതുപോലെ വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ടാവും. ഫ്ലോറിൽ, ബാത്റൂമിൽ വെള്ളം പ്രോപ്പറായിട്ട് ഫ്ലഷ് ചെയ്യില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ആ ഒരു ട്രെയിനിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്രക്കാരുടെ ആ ഒരു ബിഹേവിയറാണ് നമുക്ക് മറ്റുള്ള യാത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് വേണം പറയാൻ. കാരണം നിറയെ ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുവന്ന് അതൊക്കെ അവിടെ താഴെ ഫ്ലോറിലും അവിടെ ഇവിടെയാക്കിയിട്ട് ആ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എവിടെയും, നമ്മുടെ കേരളത്തിലായാലും പുറത്തായാലും നമ്മളെ ഈ ഒരു യാത്ര ചെയ്യുന്ന സാഹചര്യത്തിലായാലും അത് ഒരു പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന ഇഷ്യൂ. അതുകൂടാതെ ആ ഒരു സിവിക് സെൻസ് എന്നുള്ള ഒരു രീതി തീരെ ഇല്ല എന്ന് വേണം പറയാൻ. ഭുജ് റെയിൽവേ സ്റ്റേഷനിൽ റോഡ് മാർഗമാണ് കച്ചിലേക്ക് പോകുന്നത്. ഏകദേശം 80 കിലോമീറ്റേഴ്സോളം, ഭുജിൽ നിന്ന് 80 കിലോമീറ്റേഴ്സോളം ഉണ്ട് കച്ചിലേക്ക്. റോഡൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. കച്ചിൻ്റെ പ്രധാന അട്രാക്ഷൻ, ഈ റാൻ ഉത്സവം നടക്കുന്ന സമയത്തുള്ള പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് വൈറ്റ് റാൻ, അതായത് വെള്ള മരുഭൂമി, വൈറ്റ് സാൻഡാണ് അവിടെ ഉള്ളത്. വൈറ്റ് സാൻഡ് എന്ന് പറയുന്നത് ഉപ്പുപാടാണ്. ഈ ഉപ്പുപാടം കാണാനാണ് ഈ ഒരു സമയത്ത്, നവംബർ ടു ഫെബ്രുവരിയുള്ള ഈ ഒരു സമയം എന്ന് പറയുന്നത് ഏറ്റവും പീക്ക് സീസണാണ് അവിടെ. ഒട്ടക സവാരിയാണ് മെയിനായിട്ട് ഉണ്ടാവുക. ബാക്കിയുള്ള മറ്റു വണ്ടികൾ ഉണ്ടെങ്കിലും ഇതാണ് ഈ ഒട്ടകത്തിന് നന്നായി അലങ്കരിച്ചിട്ട് ഒരു രാജകീയമായ പ്രൗഢിയിലാണ് ഉണ്ടാവുക. പഴയ രാജാക്കന്മാർ ഒരു പല്ലക്ക് പോലെ അതിന് നന്നായി അലങ്കരിച്ച് അതിന് കുറേ മാലയും ഇതൊക്കെ ഇട്ടുകൊടുത്ത് പല കളേഴ്സിലായിട്ട് ഗുജറാത്ത് ആയതുകൊണ്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അതിനെ മാക്സിമം അലങ്കരിച്ചിട്ടാണ് ഈ ഒരു ഒട്ടക വണ്ടി ഉള്ളത്. ഒട്ടക വണ്ടികളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെയുണ്ട്. മെയിൻ അവിടുന്ന് ഈ റാൻ ഓഫ് കച്ചിലേക്ക് വരാനുള്ള മെയിൻ വാഹനം എന്ന് പറയുന്നത് ഈ ഒട്ടക വണ്ടികളാണ്. ഇവിടെ ഒരു ഭാഗത്തു നിന്നായിട്ട് അവരുടെ പാട്ടും ആ ഗുജറാത്തി ഇതിലെ ഉത്സവത്തിൻ്റെതായ പാട്ടും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഒട്ടകങ്ങളൊക്കെ അവരെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആരെങ്കിലും കയറുന്നുണ്ടോ, യാത്ര ചെയ്യുന്നുണ്ടോ എന്നുള്ള ഇങ്ങനെ അന്വേഷണത്തിലാണുള്ളത്. അതവർ ആ കയറുന്നത് വരെയുള്ള അതിൻ്റെ പുറത്ത് കയറുന്നത് വരെയുള്ള ആ ഒരു സമയത്തെ റെസ്റ്റാണ്. ഇവരിങ്ങനെ റെസ്റ്റ് എടുത്താണ്. അങ്ങനെ നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് നേരെ ഉപ്പുപാടത്തിലേക്ക് ഇറങ്ങി. നോക്കത്താ ദൂരം തന്നെ പറയാം. നമുക്ക് അതിൻ്റെ എൻഡ് എവിടെയാണെന്ന് നമുക്ക് കാണാൻ പറ്റില്ല.
അത്രയും ദൂരത്തോളം ഈ ഉപ്പുപാടം ഇങ്ങനെ കിടക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞല്ലോ, മഴ പെയ്തു. ആ മഴ പെയ്തതിൻ്റെ ആ ഒരു ചെറിയൊരു ഇത് അവിടെ ഉണ്ട്. വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് നമ്മൾ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ താഴ്ന്നു പോകും. അപ്പം അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നടന്നാൽ മതി. എന്നാലും ബുദ്ധിമുട്ടില്ല, നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങി കിടക്കുന്നുണ്ടത്. ഇവിടെ ഈ കച്ച് ഉത്സവം നടക്കുന്നത്, റാൺ ഓഫ് കച്ച് എന്നുള്ള ആ ഉത്സവം നടക്കുന്നത് ഏറ്റവും നല്ല സീസൺ, പോകാൻ പറ്റിയ ഏറ്റവും നല്ല സീസൺ നവംബർ ടു ഫെബ്രുവരിയാണ്. നമ്മൾ ഫെബ്രുവരി ഒരു ലാസ്റ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ യാദൃശ്ചികമായിട്ട് അവിടെ മഴ പെയ്തതുകൊണ്ട് അവിടെ ഉപ്പുപാടം കുറച്ച് വെള്ളം കെട്ടി കിടക്കുകയായിരുന്നു. അതിൻ്റെ ഒരു നിരാശ നമുക്കുണ്ടായിരുന്നു. കാരണം മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗൂഗിൾ മീറ്റിൽ, യാത്രാനന്ദയുടെ ഗൂഗിൾ മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് അവിടെ വെള്ളം കെട്ടി നിന്നത് കൊണ്ട് ആ ഉപ്പുപാടം നമ്മൾ ഉദ്ദേശിക്കുന്നത് വീഡിയോയിലൊക്കെ കാണുന്നത് പോലെയുള്ള ആ ഒരു ഇതിലായിരിക്കില്ല നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ എന്തോ നമ്മുടെ ഒരു ലക്കിന് ആ ഒരു ഇത് വെള്ളം ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ടായിരുന്നു. വെള്ളം കുറച്ച് കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നല്ലൊരു ഭംഗിയുള്ള ആ ഒരു ഇത് കാണാൻ പറ്റി. ഉപ്പുപാടം നമുക്ക് കാണാൻ പറ്റി. കാണാനുള്ള സമയം ബാക്കി കുറച്ച് സമയമുള്ളത് സൂര്യൻ അസ്തമിക്കുന്നത് കാണുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ഇടവേള ഒരു റീൽസൊക്കെ എടുക്കുക എന്നുള്ള രീതിയിൽ കുട്ടികളൊക്കെ ഇങ്ങനെ അത് റീൽസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അസ്തമിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലും തുടങ്ങിയിട്ടാണുള്ളത്. ഇനി നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ സൂര്യൻ പറയുന്നുണ്ട്, നമ്മളോട് പോയിക്കോളൂ, ഞാൻ പോവുകയാണ്, ഉറങ്ങാൻ പോവുകയാണ് എന്നുള്ളത്. മറ്റുള്ള കുറച്ച് പേര് അതിൻ്റെ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി സൂര്യൻ അസ്തമിക്കുന്നത് ആ അസ്തമയം നമുക്ക് കുറച്ചുകൂടി കാണാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ കുറച്ച് പേര് അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് നടന്ന് നീങ്ങുന്നുണ്ട്. നമ്മളേതായാലും തിരിക്കാന്നുള്ള രീതിയിൽ എല്ലാവരും കൂടെ തിരിച്ചു വരാൻ തുടങ്ങി. ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവുമല്ലോ. ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വെള്ളം കുറച്ച് അവിടെ ഇവിടെയായിട്ട് നിൽക്കുന്നത് കൊണ്ട് ചിലപ്പം ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഴ്ന്നു പോകും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്നുള്ള രീതിയിൽ ആ ഒരു തയ്യാറെടുപ്പിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. ഗുജറാത്തിലെ ഹാരപ്പൻ സിറ്റിയുടെ ഒരു വീഡിയോ കൂടി ചെയ്യാനുണ്ട്. ആ ഗുജറാത്തി യാത്ര, കച്ച് യാത്രയിലുള്ളതാണ്. അതിനു പുറമെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഇതുകൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കതൊരു പ്രചോദനമാവുള്ളൂ. അതുകൊണ്ട് ചെയ്യുമല്ലോ എല്ലാവരും. അങ്ങനെ അസ്തമ സൂര്യൻ്റെ ചാരുതയും കണ്ട് അവരെന്താ അങ്ങോട്ടേക്ക് ഉറങ്ങാൻ പോവുകയാണ്. ആ ഉറക്കത്തിലേക്ക് അവരെ വിട്ടുകൊണ്ട്, സൂര്യനെ വിട്ടുകൊണ്ട് നമ്മൾ തിരിച്ചിട്ട് ഏകദേശം അത് കഴിഞ്ഞു. നമ്മൾ തിരിച്ചത് ഒട്ടക വണ്ടിയൊക്കെ തിരിച്ചു വരാൻ തുടങ്ങി. ഇതിലൂടെ യാത്ര ചെയ്ത ആൾക്കാരൊക്കെ തിരിച്ചു വരാൻ തുടങ്ങി. അവർ അവിടുന്ന് ഈ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസുകാർ ഈ ഒട്ടക വണ്ടിയൊക്കെ അവിടുന്ന് മാറ്റുന്നുണ്ട്. അതിനുശേഷം പിന്നെ അവിടെ വണ്ടികൾ നിർത്താൻ സമ്മതിക്കില്ല. ഈ റാൺ ഓഫ് കച്ച് എന്ന് പറഞ്ഞ ഈ ഉത്സവത്തിൻ്റെ സമയത്ത്, ഇവിടെയുള്ള ഉത്സവത്തിൻ്റെ സമയത്ത് പ്രധാനമായും കാണാനുള്ളത് ഈ ഉപ്പ് മരുഭൂമി തന്നെയാണ്. ഉപ്പ് മരുഭൂമിയും അതുപോലെ ഇവിടെയുള്ള പരമ്പരാഗതമായിട്ടുള്ള ഡാൻസും അതുപോലെ പാട്ടും അതുപോലെയുള്ള എക്സിബിഷൻസും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ നവംബർ മുതൽ ഫെബ്രുവരിയുള്ള മാസങ്ങളിൽ മെയിനായിട്ടും പ്രധാനമായിട്ടും ഉണ്ടാവുന്നത്. ഇത് കാണാനാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമായിട്ടുള്ള ആൾക്കാർ ഇവിടേക്ക് എത്തുന്നത്. ഇതിൻ്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഉപ്പുപാടം തന്നെയാണ്. റോഡുകളൊക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നല്ല വൃത്തിയിലും നല്ല ഭംഗിയിലും വെച്ചിരിക്കും.
കാണുന്നത് ഒരു ഷൂ ആണ്. ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ വീഡിയോന്ന് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല. അതൊരു വലിയൊരു ഷൂ അവർ ഈ എക്സിബിഷൻ സ്റ്റോളിൽ ഒരു വലിയൊരു ഷൂ ഉണ്ടാക്കി വെച്ചതാണ്. ഇവിടെ അവരുടെ പാട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സ്പോ ഒക്കെ കണ്ടതിന് ശേഷം നല്ല തന്തൂരി ചായ കിട്ടുന്ന സ്ഥലം കണ്ടപ്പോൾ അവിടുന്ന് ഒരു തന്തൂരി ചായ വാങ്ങിച്ചു. തന്തൂരി ചായ ഒരു ചായ നമ്മൾ 6 പേര് കൂടി കഴിക്കുകയായിരുന്നു. അത്രയും സമയം ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ടെൻറ്റ്. ഈ ടെൻറ്റിലേക്കാണ് നമ്മൾ രാത്രി താമസിക്കുന്നത്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ടെൻറ്റായിരുന്നു. 15 ഡിഗ്രി സെൽഷ്യസിൻ്റെ താഴെയായിരുന്നു അവിടുത്തെ തണുപ്പുണ്ടായിരുന്നത്. രാവിലത്തെ സൺറൈസ് കാണാൻ നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ള ആ ഒരു ഇൻസ്ട്രക്ഷനും കൂടി മനസ്സിലുള്ളത് കൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ ഭക്ഷണം കഴിഞ്ഞത് നേരത്തെ തന്നെ ബ്ലാങ്കറ്റിനടിയിലേക്ക് നുഴഞ്ഞു കയറി. 22 പേരടങ്ങുന്ന നമ്മുടെ ഈ സംഘമാണ് നമ്മുടെ കച്ചി യാത്രയിലെ നമ്മളെ ഫ്രണ്ട്സാണ് ഇതൊക്കെ.